New Srivari Auto Finance near Valluvanadu Hospital, Grand Mall Complex, Ottapalam. Phone number 9656444458, 9656444457. ഞാൻ മായ N4 ന്യൂസിലേക്ക് സ്വാഗതം. വിശദമായ വാർത്തകളിലേക്ക്. റിഹാബിലിറ്റേഷൻ കൗൺസിൽ ഓഫ് ഇന്ത്യ ന്യൂഡൽഹിയും പോളിഗാർഡനും സംയുക്തമായി ഭിന്നശേഷി ശാക്തീകരണ മേഖലയിലെ അധ്യാപകർക്കായി സംഘടിപ്പിക്കുന്ന ത്രിദിന പരിശീലന പരിപാടി അഡ്വക്കേറ്റ് പ്രേംകുമാർ MLA ഉദ്ഘാടനം ചെയ്തു. റീഹാബിലിറ്റേഷൻ കൗൺസിൽ ഓഫ് ഇന്ത്യ ന്യൂഡൽഹിയും പോളിഗാർഡനും സംയുക്തമായി ഭിന്നശേഷി ശാക്തീകരണ മേഖലയിൽ പ്രവർത്തിക്കുന്ന അധ്യാപകർക്കായി ത്രിദിന പരിശീലന പരിപാടി സംഘടിപ്പിച്ചു. ലക്കിടി പോളിഗാർഡനിൽ സംഘടിപ്പിച്ച പരിപാടി അഡ്വക്കേറ്റ് പ്രേംകുമാർ MLA ഉദ്ഘാടനം ചെയ്തു. പോളിഗാർഡനിൽ ഞാൻ MLA ആയതിനു ശേഷമുള്ള ആദ്യത്തെ ഓണം പോളിഗാർഡനിലായിരുന്നു. അവിടെ സ്വന്തം നിലയിൽ ഇലയിൽ വിളമ്പിയ സദ്യ കഴിക്കാൻ പറ്റുന്നവരും ഭക്ഷണം പരസ്പരം ചിലർക്ക് അങ്ങനെ ഭക്ഷണം എടുത്ത് കഴിക്കാൻ കഴിയില്ല. അവരെ മുതിർന്ന അഥവാ പ്രായം കൊണ്ട് മാത്രമല്ല അനുഭവം കൊണ്ട് ശേഷി കൊണ്ടൊക്കെ മുതിർന്നവര് ഭക്ഷണം കൊടുക്കാറുണ്ട്. അങ്ങനെയും കഴിയാത്തവർക്ക് സിജുമാഷാണ് അവർ കയ്യിൽ നിന്ന് ഭക്ഷണം എടുത്ത് അവരുടെ വാങ്ങി കൊടുക്കാറുള്ളത്. അപ്പോൾ ഓർമ്മ വന്നത് നമ്മുടെ ഏറ്റവും നമുക്കെല്ലാം സുപരിചിതനായിട്ടുള്ള ലോക പ്രശസ്തനായിട്ടുള്ള മജീഷ്യൻ ഗോപിനാഥ് മുതുകാട്, അദ്ദേഹത്തിന്റെ മജീഷ്യൻ എന്ന നിലയിലുള്ള ആ മേഖലയിൽ നിന്ന് മാറി ഇത്തരത്തിൽ ഭിന്നശേഷിക്കാരായ കുട്ടികളുടെ ജീവിതത്തെ, അവരുടെ ശേഷിയെ, മികവിനെ മെച്ചപ്പെടുത്തുന്ന പ്രവർത്തനത്തിന് ഇറങ്ങിയതിന്റെ കാരണം പങ്കുവയ്ക്കുകയുണ്ടായി. അതിങ്ങനെ ഓർത്തു പോയതാണ്. സ്വന്തമായി കാസർഗോഡ് ഒരു പരിപാടിയിൽ പങ്കെടുത്തപ്പോൾ ഭക്ഷണം സ്വന്തം നിലയിൽ ചവച്ചരയ്ക്കാൻ കഴിയാത്ത കുട്ടിയെ, അപ്പോൾ അമ്മ ചവച്ചരച്ച ഭക്ഷണം അതെടുത്ത് ആ കുട്ടിയുടെ വായിൽ വെച്ച് കൊടുക്കുന്നത് കണ്ടു എന്ന് ഗോപിനാഥ് മുതുകാട് പറയുന്നുണ്ട്. അപ്പൊ നമ്മുടെ ഒരു സമൂഹം എന്നത് യഥാർത്ഥത്തിൽ ഇത്തരത്തിൽ പ്രയാസം അനുഭവിക്കുന്നവരെയും ആ നിലയിൽ പരിമിതികളുള്ളവരെയും ചേർത്ത് പിടിക്കാൻ സന്നദ്ധമായി വരുന്ന ഒരു സമൂഹമാണ്. അതിനൊരു തർക്കവും. ജനുവരി 5, 6, 7 തീയതികളിൽ പോളിഗാർഡനിൽ വെച്ച് നടക്കുന്ന സെമിനാറിൽ ഉൾച്ചേർന്ന വിദ്യാഭ്യാസം വീട്ടിലും വിദ്യാലയത്തിലും സമൂഹത്തിലും എന്ന വിഷയത്തെ ആസ്പദമാക്കി വിദഗ്ധർ ക്ലാസുകൾ എടുക്കുന്നു. സുമേഷ് വില്യം സ്വാഗതം പറഞ്ഞ പരിപാടിയിൽ പോളിഗാർഡൻ എക്സിക്യൂട്ടീവ് ഡയറക്ടർ സിജു വിധേയത്തിൽ അധ്യക്ഷത വഹിച്ചു. പോളിഗാർഡൻ സ്പിരിച്വൽ ഡയറക്ടർ ജോസ് കണ്ണമ്പുഴ, ഡോക്ടർ സ്റ്റാലിൻ കുര്യൻ, ടോണി VR തുടങ്ങിയവർ പരിപാടിക്ക് ആശംസകൾ അറിയിച്ചുകൊണ്ട് സംസാരിച്ചു. നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയായ ഒറ്റപ്പാലം സ്വദേശിയെ കാപ്പ ചുമത്തി നാടുകടത്തി. നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയായ ഒറ്റപ്പാലം അകലൂർ പള്ളത്തൊടി വീട്ടിൽ 34 വയസ്സുകാരനായ രതീഷിനെയാണ് സാമൂഹ്യവിരുദ്ധ പ്രവർത്തനങ്ങൾ തടയുന്നതിനായി കേരളത്തിൽ നടപ്പിലാക്കിയ കേരള ആന്റി സോഷ്യൽ ആക്ടിവിറ്റീസ് പ്രിവെൻഷൻ ആക്ട് നിയമപ്രകാരം പാലക്കാട് റവന്യൂ ജില്ലയിൽ പ്രവേശിക്കുന്നതിൽ നിന്നും 6 മാസത്തെ വിലക്ക് ഏർപ്പെടുത്തി നാട് കടത്തിയത്. കാപ്പ നിയമപ്രകാരം തൊട്ടുമുമ്പുള്ള 7 വർഷങ്ങളിലെ കേസുകളാണ് കാപ്പ നിയമത്തിന് പരിഗണിക്കുക. അതിൽ 5 വർഷമോ അതിന് മുകളിലോ ശിക്ഷ ലഭിക്കാവുന്ന ഒരു കേസോ അല്ലെങ്കിൽ 1 വർഷം മുതൽ 5 വർഷം വരെ ശിക്ഷ ലഭിക്കാവുന്ന 2 കേസുകളോ ഉള്ളവരെയാണ് ജില്ലാ മജിസ്ട്രേറ്റിന്റെ നിർദ്ദേശാനുസരണം കാപ്പ നിയമപ്രകാരം നാട് കടത്തുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വികാസ് ഭാരത് സങ്കല്പയാത്രയുടെ ഭാഗമായി കേന്ദ്രമന്ത്രി ഹർദീപ് സിംഗ് പുരി വാണിയംകുളം ഗ്രാമപഞ്ചായത്തിലെ ഗുണഭോക്താക്കളുമായി നാളെ സംവദിക്കും. നാളെ രാവിലെ വാണിയംകുളം ഗ്രാമപഞ്ചായത്തിലെ മനശ്ശേരിയിൽ കേന്ദ്രമന്ത്രി ഹർദീപ് സിംഗ് പുരി VBSY പരിപാടി ഉദ്ഘാടനം ചെയ്യും. പരിപാടിയുടെ മേരി കഹാനി മേരി സുബാനി വിഭാഗത്തിന്റെ ഭാഗമായി ഉജ്ജ്വല യോജന, NULM, PM സ്വനിധി എന്നിവ ഉൾപ്പെടെ വിവിധ കേന്ദ്ര ഗവൺമെന്റ് പദ്ധതികളിലെ ഗുണഭോക്താക്കളുമായും അദ്ദേഹം സംവദിക്കും. പത്മശ്രീ പുരസ്കാര ജേതാവും തോൽപ്പാവക്കൂത്ത് കലാകാരനുമായ KK രാമചന്ദ്രൻ പുലവർ, സാമൂഹ്യ മാധ്യമത്തിൽ സ്വാധീനം ചെലുത്തുന്ന പ്രാദേശിക വ്യക്തികൾ എന്നിവരെ മന്ത്രി ആദരിക്കും. ഉജ്ജ്വല യോജനയ്ക്ക് കീഴിലുള്ള 10 ഗ്യാസ് കണക്ഷനുകളും 20 ഗുണഭോക്താക്കൾക്ക് PM സ്വനിധി മുദ്രാ വായ്പകളുടെ അനുമതി പത്രങ്ങളും അദ്ദേഹം വിതരണം ചെയ്യും. ഇനി ഒരിടവേള. ഇനി എല്ലാ ആഘോഷങ്ങളും
കവിതയിൽ നിന്നാകും. കവിത ഗോൾഡൻ ഡയമണ്ട്സ്. സ്വർണം അമൂല്യമാണ്. ആ മൂല്യം തിരിച്ചറിഞ്ഞവർ വേണം നമ്മുടെ സ്വർണം സംരക്ഷിക്കാൻ. സൂര്യ ഗോൾഡ് ലോൺ. മക്കളുടെ കോളേജ് ഫീസ്, എമർജൻസി ആവശ്യങ്ങൾ, വിവാഹം തുടങ്ങിയ സാമ്പത്തിക ആവശ്യങ്ങൾക്ക് എന്തിന് ടെൻഷൻ അടിച്ച് വിഷമിച്ചിരിക്കണം? നിങ്ങൾക്ക് കൈത്താങ്ങാകാൻ ന്യൂ ശ്രീവരി ഓട്ടോ ഫിനാൻസ് ഒപ്പമുണ്ട്. പുതിയതും പഴയതുമായ വാഹനങ്ങൾക്ക് ആകർഷകമായ വായ്പാ സ്കീമുകൾ ഞങ്ങൾ നൽകുന്നു. അതും കുറഞ്ഞ പലിശ നിരക്കിൽ പരമാവധി ലോണും. ലളിതമായ നടപടിക്രമത്തോടു കൂടി നിങ്ങൾക്ക് ലോൺ ലഭ്യമാകും. കൂടാതെ വാഹന ഇൻഷുറൻസ് സംവിധാനവും ലഭ്യമാണ്. ന്യൂ ശ്രീവരി ഓട്ടോ ഫിനാൻസ്, നിയർ വള്ളുവനാട് ഹോസ്പിറ്റൽ, ഗ്രാൻഡ് മാൾ കോംപ്ലക്സ്, ഒറ്റപ്പാലം. ഫോൺ നമ്പർ 9656444458, 9656444457. വാർത്തകൾ തുടരുന്നു. മങ്കര ഗ്രാമപഞ്ചായത്തിൽ അവലോകന യോഗം ചേർന്നു. മങ്കര ഗ്രാമപഞ്ചായത്തിനെ മാലിന്യമുക്ത പഞ്ചായത്തായി പ്രഖ്യാപിക്കുന്നതിനുള്ള നടപടിക്രമങ്ങൾ ഊർജിതം. മങ്കര ഗ്രാമപഞ്ചായത്തിലെ 14 വാർഡുകളിലും വാർഡ് തല ജാഗ്രതാ സമിതി യോഗം ചേരുകയും കൂടുതൽ മാലിന്യം തള്ളപ്പെട്ട പ്രദേശം പൊതുപ്രവർത്തകർ, നാട്ടുകാർ, ഹരിതകർമ്മ സേനാംഗങ്ങൾ എന്നിവരടങ്ങുന്ന ജാഗ്രതാ സമിതിയുടെ നേതൃത്വത്തിൽ നീക്കം ചെയ്യുകയും ചെയ്തു. അടുത്ത ഘട്ടമെന്ന നിലയിൽ ഹരിതകർമ്മ സേനയുമായി സഹകരിക്കാത്ത വീടുകളിൽ ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥരും ആരോഗ്യ പ്രവർത്തകരും എത്തി ബോധവൽക്കരണം നൽകും. ബോധവൽക്കരണ പരിപാടി ഘട്ടം ഘട്ടമായി നടപ്പിലാക്കുന്നതിനായി മങ്കര ഗ്രാമപഞ്ചായത്ത് കോൺഫറൻസ് ഹാളിൽ വെച്ച് അവലോകന യോഗം ചേർന്നു. അവലോകന യോഗം മങ്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് MN ഗോകുൽദാസ് ഉദ്ഘാടനം ചെയ്തു. അതിൽ പങ്കെടുക്കാത്ത ജീവനക്കാർക്കെതിരെ ശക്തമായ നടപടിയുമായി മുന്നോട്ട് പോകാൻ സെക്രട്ടറി തലത്തിലാണ് ആദ്യത്തെ പണിഷ്മെന്റ് തുടങ്ങുന്നത്. 88 പഞ്ചായത്തുകളിലെ 8 പഞ്ചായത്തിന് സെക്രട്ടറിമാർ ഇതുമായി ബന്ധപ്പെട്ട് നല്ല രീതിയിൽ പ്രവർത്തിച്ചില്ലെങ്കിലും ഒരുമാതിരി തരക്കെടുക്കാതെ പ്രവർത്തിച്ചു എന്നും അവർക്കെതിരെ നടപടി തൽക്കാലം വേണ്ട എന്നും അന്ന് പങ്കെടുക്കാത്ത 80 പഞ്ചായത്ത് സെക്രട്ടറിമാരുടെ ഡീറ്റെയിൽസ് അവിടെ വാങ്ങുകയും ഉണ്ടായി എന്ന് പറഞ്ഞാൽ കൃത്യമായിട്ടാണ് ഈ സംഭവങ്ങൾ മുന്നോട്ട് പോകുന്നത്. അപ്പം ഇതുവരെ പറഞ്ഞ കഴിഞ്ഞ 30-ാം തീയതി വരെ പറഞ്ഞ കാര്യങ്ങൾ നമ്മുടെ തടിയിൽ കാര്യമായി തട്ടാത്ത കാര്യങ്ങൾ കൂടി ആയിരുന്നു എന്നതാണ് അതിലൊരു സത്യാവസ്ഥ. കാരണം സംസ്ഥാന തലത്തിൽ കഴിഞ്ഞു, അത് കഴിഞ്ഞ് ജില്ലാ തലത്തിൽ നമ്മളെ വിളിച്ചു, അത് കഴിഞ്ഞ് പഞ്ചായത്ത് തലത്തിൽ നിങ്ങളെയൊക്കെ വിളിച്ചു. നമ്മളൊക്കെപ്പാട് ഒരു തീരുമാനമെടുത്തു. പഞ്ചായത്ത് മെമ്പർമാരും ചെയർമാൻമാരും ആരോഗ്യ പ്രവർത്തകരും JPHമാരുള്ളവർ കൺവീനർമാരുമാണ് എന്ന രീതിയിൽ നമ്മളൊരു കമ്മിറ്റി അന്ന് രൂപം നൽകിയിട്ടുണ്ട്. ആ കമ്മിറ്റികൾ എല്ലാ 14 വാർഡുകളിലും നമുക്ക് കൂടാൻ കഴിഞ്ഞു. ഓരോ സ്പോട്ടുകൾ കണ്ടെത്തി ആ സ്പോട്ടുകളിൽ വളരെ നാറ്റ കച്ചവടമായിട്ടുള്ള സ്പോട്ടുകൾ ഉണ്ടായിരുന്നു എന്നത് സത്യമാണ്. അതിൽ ഏറ്റവും താഴ്ന്ന പ്രദേശമാണ് ആലപ്പാടി. ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ EP സുരേഷ് അധ്യക്ഷത വഹിച്ചു. വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ KV രാമചന്ദ്രൻ, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ മല്ലിക, മെമ്പർമാരായ അനിത, നദീറ, പാഞ്ചാലി, ചന്ദ്രിക, രമേശ്, സെക്രട്ടറി കൊച്ചുനാരായണി, കുടുംബാരോഗ്യ കേന്ദ്രത്തിലെ ഡോക്ടർ ധനേഷ്, ഹെൽത്ത് ഇൻസ്പെക്ടർ പുഷ്പരാജി തുടങ്ങിയവർ പങ്കെടുത്തു. വിദ്യാകിരണം ജില്ലയിൽ 44 സ്കൂൾ കെട്ടിടങ്ങളുടെ നിർമ്മാണം പൂർത്തിയായി. വിദ്യാകിരണം പദ്ധതിയുടെ ഭാഗമായി ജില്ലയിൽ കിഫ്ബി ഫണ്ടിൽ കഴിഞ്ഞ 7 വർഷത്തിനിടെ 44 സ്കൂൾ കെട്ടിടങ്ങളുടെ നിർമ്മാണം പൂർത്തിയായതായി ജില്ലാ കളക്ടർ ഡോക്ടർ F. ചിത്രയുടെ അധ്യക്ഷതയിൽ ചേർന്ന വിദ്യാകിരണം അവലോകന യോഗം വിലയിരുത്തി. 14 സ്കൂൾ കെട്ടിടങ്ങളുടെ നിർമ്മാണം ആരംഭിച്ചു. 31 കെട്ടിടങ്ങൾ ടെൻഡർ നടപടികളിലാണ്. ഇതിൽ 5 കോടിയിൽ 12 സ്കൂൾ കെട്ടിടങ്ങളുടെയും 3 കോടിയിൽ 10 കെട്ടിടങ്ങളുടെയും 1 കോടിയിൽ 22 കെട്ടിടങ്ങളുടെയും നിർമ്മാണമാണ് പൂർത്തീകരിച്ചത്. ഇതിനു പുറമെ PWD പ്രവൃത്തികളും പുരോഗമിക്കുന്നുണ്ട്. PWD നിർമ്മാണം നടത്തുന്ന 4 സ്കൂൾ കെട്ടിടങ്ങൾ പൂർത്തീകരിച്ചു. 6 സ്കൂൾ കെട്ടിടങ്ങളുടെ പ്രവൃത്തികൾ പുരോഗമിക്കുന്നു. 20 എണ്ണത്തിന്റെ ടെൻഡർ നടപടികൾ നടന്നുകൊണ്ടിരിക്കുന്നു. നിർമ്മാണ പ്രവൃത്തികൾ വേഗത്തിൽ പൂർത്തീകരിക്കണമെന്നും ഉദ്ഘാടനം കഴിഞ്ഞാൽ പിറ്റേ ദിവസം മുതൽ ക്ലാസുകൾ ആരംഭിക്കാൻ കഴിയുന്ന രീതിയിൽ തയ്യാറെടുപ്പുകൾ നടത്തണമെന്നും യോഗത്തിൽ ജില്ലാ കളക്ടർ നിർദ്ദേശം നൽകി. യോഗത്തിൽ വിവിധ ഘട്ടങ്ങളിലുള്ള സ്കൂൾ കെട്ടിടങ്ങളുടെ നിർമ്മാണ പുരോഗതി അവലോകനം ചെയ്തു. ജില്ലാ കളക്ടറുടെ ചേംബറിൽ നടന്ന യോഗത്തിൽ നവകേരള മിഷൻ ജില്ലാ കോർഡിനേറ്റർ P. സൈതലവി, വിദ്യാകിരണം ജില്ലാ കോർഡിനേറ്റർ KN കൃഷ്ണകുമാർ, ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു. എഴുവന്തല ശങ്കരൻ നായർ വായനശാലയുടെ ആഭിമുഖ്യത്തിൽ നാടകോത്സവം സംഘടിപ്പിക്കുന്നു. എഴുവന്തല KV ശങ്കരൻ മാസ്റ്റർ വായനശാലയും ബുള്ളറ്റ് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബും സംയുക്തമായി സംഘടിപ്പിക്കുന്ന 2ാമത് അമ്മത്തൊടി ശങ്കരൻ മാസ്റ്റർ സ്മാരക നാടക മത്സരത്തിനുള്ള വിപുലമായ സ്വാഗത സംഘം രൂപീകരിച്ചു. 10ാം ക്ലാസ് വരെയുള്ള വിദ്യാർത്ഥികൾക്കും അതേ പ്രായത്തിലുള്ള പൊതുവേദികളിലുള്ള നാടക ടീമുകൾക്കും മത്സരത്തിൽ പങ്കെടുക്കാം. 1ാം സ്ഥാനം നേടുന്ന ടീമിന് 10,000 രൂപയും ട്രോഫിയും,
രണ്ടാം സ്ഥാനം നേടുന്നവർക്ക് 5000 രൂപയും ട്രോഫിയും, മൂന്നാം സ്ഥാനം നേടുന്നവർക്ക് 3000 രൂപയും ട്രോഫിയും സമ്മാനമായി നൽകുന്നതാണ്. കൂടാതെ മികച്ച നടൻ, മികച്ച നടി അടക്കം നിരവധി വിഭാഗങ്ങളിൽ സമ്മാനങ്ങൾ ഉണ്ടായിരിക്കുമെന്ന് കമ്മിറ്റി അറിയിച്ചു. ഷൊർണൂർ ശാസ്ത്രാവബോധം ഉയർത്തി വാണിയംകുളം TRK ഹയർ സെക്കൻഡറി സ്കൂൾ വിദ്യാർത്ഥികൾ മോണോ ആക്ട് അവതരിപ്പിച്ചു. ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും. ബോബി ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ് ഷോറൂമുകളിൽ ബട്ടർഫ്ലൈ ഡയമണ്ട് ഫെസ്റ്റ് സീസൺ 3 ഡിസംബർ 1 മുതൽ 31 വരെ. ഡയമണ്ട് ആഭരണങ്ങൾക്ക് 50% വരെ ഡിസ്കൗണ്ട്. ഡയമണ്ട് ആഭരണങ്ങൾ വാങ്ങുമ്പോൾ സ്വർണ്ണ നാണയങ്ങൾ, സ്മാർട്ട് വാച്ച്, സ്മാർട്ട് ഫോൺ, ഓക്സിജൻ റിസോർട്ടിൽ കുടുംബത്തോടൊപ്പം 2 ദിവസം താമസം എന്നീ സമ്മാനങ്ങൾ. 10 ലക്ഷം രൂപയ്ക്ക് മുകളിൽ ഡയമണ്ട് ആഭരണങ്ങൾ വാങ്ങുമ്പോൾ ലക്ഷദ്വീപിലേക്ക് ടൂർ പോകാൻ അവസരം. കൂടാതെ നറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുക്കപ്പെടുന്ന കുടുംബങ്ങൾക്ക് വിദേശയാത്ര, 10 കസ്റ്റമേഴ്സിന് ഡയമണ്ട് റിംഗ്, 5 കസ്റ്റമേഴ്സിന് സ്വർണ്ണ നാണയങ്ങൾ, ഓക്സിജൻ റിസോർട്ടിൽ 2 ദിവസം താമസം എന്നിങ്ങനെ ആകർഷകമായ സമ്മാനങ്ങൾ. ഡയമണ്ട് ആഭരണങ്ങൾ വാങ്ങൂ, നിരവധി സമ്മാനങ്ങൾ നേടൂ. ബോബി ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ്. ഷൊർണൂർ ജംഗ്ഷൻ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. ഷൊർണൂർ ജംഗ്ഷൻ അല്ല, ഇനി മലബാർ ജംഗ്ഷൻ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. മലബാർ ഡിജിറ്റൽ ജംഗ്ഷൻ, ഇലക്ട്രോണിക്സ്, ഫർണിച്ചർ, ഹോം അപ്ലയൻസുകളുടെ മഹാ ജംഗ്ഷൻ. ലോകോത്തര മൊബൈൽ ഫോൺ, ലാപ്ടോപ്പ്, കമ്പ്യൂട്ടറുകളുടെ സൂപ്പർ ജംഗ്ഷൻ. മലബാർ ഡിജിറ്റൽ, ഇലക്ട്രോണിക്സ്, ഫർണിച്ചർ, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോൺ, ലാപ്ടോപ്പ്, കമ്പ്യൂട്ടർ ആൻഡ് ആക്സസറീസ്. മലബാർ ജംഗ്ഷൻ, SMP ജംഗ്ഷൻ, മെയിൻ റോഡ്, ഷൊർണൂർ. നിങ്ങളുടെ ഓരോ യാത്രകളിലും ഒപ്പം ചേർന്നുകൊണ്ട് യാത്രാ ഇടവേളകളെ വിസ്മയകരമാക്കാൻ പാലക്കാട് തൃശൂർ ജില്ലാ അതിർത്തിയായ തിരുവില്ലാമലയിലെ ഏറ്റവും വലിയ അതിഥി മന്ദിരമായ ആനമല ഹോം സ്റ്റേസ് പ്രൗഢഗംഭീരമായ പൈതൃക തനിമയുമായാണ് അതിഥികളെ വരവേൽക്കാനായി ഒരുങ്ങിയിരിക്കുന്നത്. നഗരത്തിന്റെ തിരക്കുകളിൽ നിന്നും മാറി പ്രകൃതി രമണീയവും ശാന്തവുമായ അന്തരീക്ഷത്തിൽ സ്ഥിതി ചെയ്യുന്ന ആനമല ഹോം സ്റ്റേസിൽ 15 മുതൽ 25ഓളം പേർക്ക് വരെ താമസിക്കുവാൻ സാധിക്കുന്ന AC മുറികൾക്കൊപ്പം തന്നെ 200ഓളം പേർക്ക് പങ്കെടുക്കാവുന്ന അവരുടെ മനസ്സിനിണങ്ങുന്ന തരത്തിലുള്ള ഫംഗ്ഷനുകൾ നടത്താനുള്ള സൗകര്യവും ഒരുക്കിയിട്ടുണ്ട്. ഏവർക്കും ആനമല ഹോം സ്റ്റേസിന്റെ ഭാഗമാവാം. ആനമലാസ് ഹോം സ്റ്റേ. വാർത്തകൾ തുടരുന്നു. വാണിയംകുളം VPRCക്ക് ഇനി പുതിയ ആംബുലൻസ്. വാണിയംകുളം പാലിയേറ്റീവ് റീഹാബിലിറ്റേഷൻ സെന്ററിലേക്ക് ആംബുലൻസ് സർവീസ് നൽകുന്ന പ്രവൃത്തിയുടെ ഉദ്ഘാടനം P. മമ്മിക്കുട്ടി MLA നിർവഹിച്ചു. ഒരു വർഷം മുമ്പാണ് നമ്മുടെ വാണിയംകുളം സെന്ററിൽ പാർട്ടി ഓഫീസിന്റെ അടുത്തുള്ള ഒരു കെട്ടിടത്തിൽ ഈ കേന്ദ്രത്തിന്റെ കേന്ദ്ര ഓഫീസ് പ്രവർത്തനവുമായി ബന്ധപ്പെട്ടുള്ള പരിപാടി ചടങ്ങ് നമ്മൾ ഉദ്ഘാടനം ചെയ്തു. ഏതൊരു പ്രവർത്തനത്തിനും ആ പ്രവർത്തനം കേന്ദ്രീകരിക്കണമെങ്കിൽ, പ്രവർത്തനങ്ങൾ പ്ലാൻ ചെയ്യണമെങ്കിൽ, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചർച്ച ചെയ്യണമെങ്കിൽ നമുക്ക് ഒത്തുകൂടാൻ അതിനൊരു കേന്ദ്രം അത്യാവശ്യമാണ്. ആ നിലയിലാണ് വടകര കെട്ടിടത്തിലും ആ പ്രവർത്തനം ആരംഭിച്ചത്. അങ്ങനെ നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് പുറത്തു പറഞ്ഞു. ഈ സ്വാതന്ത്ര്യ പരിചരണ പ്രവർത്തനത്തെ സംബന്ധിച്ച് അടുത്ത കാലത്താണ് ഇത്തരത്തിലുള്ള ഒരു സംവിധാനത്തിലേക്ക് നമ്മുടെ രാജ്യവും നമ്മുടെ സംസ്ഥാനവും നമ്മുടെ പ്രദേശവും തിരിഞ്ഞിരുന്നു. വർഷങ്ങൾക്ക് പഴക്കമുണ്ടതിന്. പക്ഷേ അതിങ്ങനെ പ്രവർത്തനം ആരംഭിച്ച് നമ്മുടെ ഗ്രാമപ്രദേശങ്ങളിലേക്കും അതിൻ്റെ ആവശ്യകതയെ സംബന്ധിച്ചുള്ള ആശയങ്ങൾ രൂപപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ അതാത് പ്രദേശത്തു നിന്നുള്ള മനുഷ്യസ്നേഹികളായ ആളുകൾ, ഡോക്ടർമാരും ഉൾപ്പെടെയുള്ള അവരുടെ ശുശ്രൂഷ രംഗത്ത് പ്രവർത്തിക്കുന്ന ആളുകൾ ഉൾപ്പെടെ സംഘം ചേർന്നുകൊണ്ട് ഇത്തരത്തിലുള്ള പദ്ധതികൾ ആവിഷ്കരിച്ച് ഇന്ന് നമ്മൾ കേരളത്തിൻ്റെ ഏത് ഭാഗത്തിൽ പരിശോധിച്ചാലും ഏറിയും കുറഞ്ഞുമൊക്കെ ഈ സ്വാതന്ത്ര്യ പരിചരണ പ്രവർത്തനങ്ങളുടെ കേന്ദ്രങ്ങൾ നാൾക്ക് നാൾ വളർന്നു വരുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്.
VPRC സെക്രട്ടറി KG രഘുപതി സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ VPRC പ്രസിഡന്റ് MK ഹേമചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. വാണിയംകുളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് K ഗംഗാധരൻ മുഖ്യ അതിഥിയായി. S കൃഷ്ണദാസ്, MP കോമളം, P ഹരിദാസൻ, VP ജയപ്രകാശ്, Dr. P കൃഷ്ണദാസ്, IM സതീശൻ തുടങ്ങിയവർ പരിപാടിക്ക് ആശംസകൾ അറിയിച്ചുകൊണ്ട് സംസാരിച്ചു. ചെർപ്പുളശ്ശേരിയിൽ കോൺഗ്രസ് കൗൺസിലർമാർ പ്രതിഷേധിച്ചു. അധികാര വികേന്ദ്രീകരണത്തെ ഇടതുപക്ഷ സർക്കാർ പൂർണ്ണമായും തകർത്തെന്നാരോപിച്ചുകൊണ്ട് ചെർപ്പുളശ്ശേരി നഗരസഭയിലെ UDF കൗൺസിലർമാരുടെ നേതൃത്വത്തിൽ കുത്തിയിരിപ്പ് സമരം നടത്തി. വാർഷിക പദ്ധതി അട്ടിമറിച്ച ഇടതു സർക്കാർ നീതി പാലിക്കുക എന്ന മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് നടത്തിയ സമരം മുസ്ലിം ലീഗ് ജില്ലാ സെക്രട്ടറി KKA അസീസ് ഉദ്ഘാടനം ചെയ്തു. ഇന്നത്തെ ഈ സമരത്തിന് ആധാരമായ വിഷയം പരിശോധിച്ച് നോക്കിയപ്പോൾ തന്നെ കഴിഞ്ഞ ബജറ്റ് സംസ്ഥാന ഗവൺമെന്റ് അവതരിപ്പിച്ചപ്പോൾ ആ ബജറ്റില് സംസ്ഥാന ധനകാര്യമന്ത്രി ബാലഗോപാല് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ വികസന പ്രവർത്തനങ്ങൾക്കായി നീക്കിവെച്ച ഫണ്ട്, ആ ഫണ്ട് ഒരു കാരണം കൂടാതെ വലിയ തോതിൽ വെട്ടിക്കുറക്കുന്നതാണ് കാണാൻ കഴിഞ്ഞത്. അനുബന്ധമായി ചെർപ്പുളശ്ശേരി നഗരസഭയ്ക്ക് ഏതാണ്ട് 1,97,00,000 രൂപ അവർക്ക് നഷ്ടപ്പെട്ടു എന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. 1,97,00,000 രൂപ ആദ്യഘട്ടത്തിൽ വെട്ടിക്കുറച്ചു. 2 കോടി രൂപ. ഇപ്പോ നിലവിലെ സ്ഥിതി എന്താ ചോദിച്ചാൽ ഇവിടെ പ്ലാൻ ഫണ്ട് 2-3 ഗഡുക്കളായിട്ടാണ് പഞ്ചായത്തുകൾക്ക് മുനിസിപ്പാലിറ്റിയിലേക്ക് വരേണ്ടത്. അതിന് അവസാനമായി വരേണ്ട ഗഡു അതിനെ 3 ഗഡുവാക്കി എന്നാണ് ഇപ്പൊ അറിയാൻ കഴിഞ്ഞത്. ആ 3 ഗഡുവിൽ തന്നെ 1 ഗഡുവാണ് കൃത്യമായി വന്നത് എന്നാണ് അറിയാൻ കഴിഞ്ഞത്. പാർലമെന്ററി പാർട്ടി ലീഡർ KM ഇസ്ഹാഖ് അധ്യക്ഷത വഹിച്ചു. മൊയ്തീൻകുട്ടി, ഷഹനാസ് ബാബു, ശ്രീലജ വാഴക്കുന്നത്ത്, സുഹറാബി ടീച്ചർ, രശ്മി സുബീഷ്, മിശ്രിയ, ഷീജ, അനീസ ടീച്ചർ, രജനി, ആയിഷ പാലത്തിങ്കൽ എന്നിവർ സമരത്തിന് നേതൃത്വം നൽകി. UDF നേതാക്കളായ T ഹരിശങ്കർ, CA ബക്കർ, അക്ബർ അലി, ഇക്ബാൽ ദുറാനി, സുബീഷ്, സൽമാൻ കുടമംഗലം, ദിബേഷ് വഴക്കുന്നത്ത്, M ഗോവിന്ദൻകുട്ടി, റഫീഖ് ചോലയിൽ തുടങ്ങിയവർ അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് സംസാരിച്ചു. കോൺഗ്രസ് ഷൊർണൂർ മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പോസ്റ്റ് ഓഫീസിലേക്ക് മാർച്ച് നടത്തി. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ ഷൊർണൂർ നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ രാഹുൽ ഗാന്ധിക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് ഷൊർണൂർ പോസ്റ്റ് ഓഫീസിന് മുന്നിൽ മാർച്ച് നടത്തി. മാർച്ചിന്റെ ഔപചാരിക ഉദ്ഘാടനം DCC ജനറൽ സെക്രട്ടറിയും നഗരസഭാ കൗൺസിലറുമായ ഷൊർണൂർ വിജയൻ നിർവഹിച്ചു. തെളിവില്ലാത്തത് കൊണ്ടാണ് ഇന്ന് ആ പ്രസ്ഥാനം ശൂന്യതയിൽ നിന്നുകൊണ്ട് സ്വാതന്ത്ര്യ സമരത്തിന്റെ ചരിത്രത്തിലെ പേജുകളിൽ എവിടെയെങ്കിലും RSSകാരുടെയോ ഒരു ജനസംഘക്കാരുടെയോ പേരെഴുതി വെക്കാൻ കഴിയാതെ പോയത് എന്നുള്ള സത്യം ഒരു ഭാഗത്ത് നിലനിൽക്കുമ്പോൾ അന്ന് സ്വാതന്ത്ര്യ സമരത്തിന് വേണ്ടി പോരാടിയ നിരവധി കോൺഗ്രസിന്റെ നേതാക്കൾ, നെഹ്റു അടക്കം ഗാന്ധിജി അടക്കം മാസങ്ങളോളം ജയിലിൽ കിടന്നിട്ടുള്ള ആ ചരിത്രം ഇറങ്ങിക്കിടക്കുന്ന ഇന്ത്യയിൽ ആ കോൺഗ്രസിന്റെ സന്നദ്ധ നേതാവായിരുന്ന സർദാർ വല്ലഭായി പട്ടേലിന്റെ പ്രതിമ ഗുജറാത്തിൽ സ്ഥാപിച്ച ഒരു വിവരദോഷിയാണ് മോദി. കാരണം സർദാർ വല്ലഭായി പട്ടേൽ കോൺഗ്രസ്സുകാരനായിരുന്നു. അദ്ദേഹത്തിന്റെ പ്രദേശത്ത് ഗുജറാത്തിൽ പട്ടേൽ എന്ന് പറയുന്ന ഒരു സമുദായമുണ്ട്. ആ പട്ടേൽ എന്ന സമുദായാംഗങ്ങളെ സോപ്പിടാൻ, അവരുടെ വോട്ടുകൾ കിട്ടാൻ, പട്ടേൽ സമുദായത്തിന് ഉയർത്തിക്കാണിക്കാൻ എന്ത് ചെയ്യുമെന്ന് മോദി തലകുത്തി പറഞ്ഞിട്ട് സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൽ എവിടെയെങ്കിലും BJPക്കാരനായ RSSകാരനായ ഒരു പട്ടേലിനെ കണ്ടുപിടിക്കില്ല. അവസാന ഗതികെട്ട് കോൺഗ്രസിന്റെ നേതാവായ സർദാർ വല്ലഭായ് പട്ടേലിന്റെ കോടിക്കണക്കിന് പ്രതിമ സ്ഥാപിച്ച് അവരുടെ പട്ടേൽ സമുദായത്തിന്റെ വോട്ടുകൾ തട്ടുന്ന രാഷ്ട്രീയ നാടകമാണ് ഈ മോദി നടത്തിയത്. അട്ടപ്പാടിയിൽ മില്ലറ്റ് കൃഷി സജീവം. അട്ടപ്പാടിയിൽ മില്ലറ്റ് കൃഷി ഇപ്പോൾ സജീവമാണ്. മില്ലറ്റ് വില്ലേജ് പദ്ധതി പ്രകാരമാണ് കൃഷി തുടരുന്നത്. 2017 പദ്ധതി ആരംഭിക്കുന്നതിന് മുമ്പ് അട്ടപ്പാടി മേഖലയിൽ 150 ഏക്കറോളമാണ് മില്ലറ്റ് കൃഷി ഉണ്ടായിരുന്നത്. ഒരു സീസണിൽ ഏകദേശം 2500 ഏക്കറോളം മില്ലറ്റ് കൃഷി നിലവിൽ ചെയ്യുന്നുണ്ട്. ഒരു വർഷം 2 സീസണുകളാണുള്ളത്. ഏപ്രിൽ മെയ് മാസം മുതൽ ഓഗസ്റ്റ് സെപ്റ്റംബർ വരെ 1ാം സീസണും സെപ്റ്റംബർ ഒക്ടോബർ മുതൽ ഡിസംബർ ജനുവരി 2ാം സീസണുമാണുള്ളത്. പ്രാരംഭഘട്ടത്തിൽ 40 ഊരുകളിൽ ആരംഭിച്ച പദ്ധതി നിലവിൽ 97 ഊരുകളിലേക്ക് വ്യാപിച്ചിട്ടുണ്ട്. ഒരു സീസണിൽ ശരാശരി 250 ടണ്ണോളം മില്ലറ്റ്സ് ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. കൂടാതെ 40 ടണ്ണോളം പയർവർഗ്ഗങ്ങളും ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. ഒരു വർഷം 2 സീസണുകളിലായി ഈ 2500 ഏക്കറിൽ കൂടുതൽ റാഗിയും ചാമയുമാണ് കൃഷി ചെയ്യുന്നത്. പുറമെ കുതിരവാലി, കമ്പ്, മണിച്ചോളം എന്നിവയും കൃഷി ചെയ്തു വരുന്നു. ആദിവാസി മേഖലയുടെ സമഗ്ര പുരോഗതി ലക്ഷ്യമാക്കി കാർഷിക കർഷകക്ഷേമ വകുപ്പിൻ്റെയും പട്ടികവർഗ വികസന വകുപ്പിൻ്റെയും സംയുക്താഭിമുഖ്യത്തിൽ അട്ടപ്പാടിയിലെ 3 പഞ്ചായത്തുകളിലുമായി ആരംഭിച്ച ചെറുധാന്യ കാർഷിക പദ്ധതിയാണ് മില്ലറ്റ് ഗ്രാമം പദ്ധതി. ആദിവാസി വിഭാഗത്തിന്റെ പരമ്പരാഗത കൃഷിരീതി വീണ്ടെടുക്കുക, അട്ടപ്പാടി ജനതയുടെ തനത് ഭക്ഷണമായ മില്ലറ്റ് ആഹാരത്തിൽ ഉൾപ്പെടുത്തുക തുടങ്ങിയ ലക്ഷ്യങ്ങളും പദ്ധതിക്കുണ്ട്. പ്രകൃതിയോട് ഇണങ്ങിയുള്ള കൃഷിരീതിയാണ് മില്ലറ്റ് കൃഷി. പൂത്തുനിൽക്കുന്ന ചെറുധാന്യ പടശേഖരങ്ങളും അവയുടെ വിളവെടുപ്പും കണ്ണിനിമ്പമികുന്ന കാഴ്ചയാണ്.
കേരള കാർഷിക ക്ഷേമ വികസന വകുപ്പും പട്ടികവർഗ വികസന വകുപ്പും സംയുക്തമായി 2017-20 വർഷങ്ങളിൽ നടപ്പാക്കിയ മില്ലറ്റ് വില്ലേജ് പദ്ധതിയിലൂടെ 40 ഊരുകളിലെ 926 ചെറുധാന്യ കർഷകരുടെ 741.97 ഹെക്ടർ കൃഷിഭൂമിക്ക് ഓർഗാനിക് സർട്ടിഫിക്കേഷൻ പദവി നേടിയെടുത്തു. 350 ഹെക്ടറിനായുള്ള സർട്ടിഫിക്കേഷൻ നടപടികൾ തുടരുകയാണ്. കേന്ദ്ര വാണിജ്യ വ്യവസായ മന്ത്രാലയത്തിന് കീഴിലുള്ള അഗ്രികൾച്ചർ ആൻഡ് പ്രോസസ് ഫുഡ് പ്രോഡക്ട്സ് എക്സ്പോർട്ട് ഡെവലപ്മെന്റ് അതോറിറ്റിയുടെ കേരളത്തിലെ ജൈവ സർട്ടിഫിക്കേഷൻ ഏജൻസി ഇൻഡോസെറ്റ് മുഖേനയാണ് ഓർഗാനിക് സർട്ടിഫിക്കേഷൻ ലഭിച്ചത്. എറണാകുളം ആലുവ കേന്ദ്രീകരിച്ചുള്ള ഏജൻസിയാണ് സർട്ടിഫിക്കേഷൻ ലഭിക്കുന്നതോടെ കർഷകരുടെ ഉൽപ്പന്നങ്ങൾ ജൈവ ലേബലിൽ വിദേശത്തേക്ക് ഉൾപ്പെടെ കയറ്റുമതി ചെയ്യാൻ സാധിക്കും. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.